നമ്മളിങ്ങനെ മഴയെ കുറ്റം പറയും, ചളികാലം തണുപ്പ് കാലാണെങ്കിൽ അതിനെയും പറയും. ഏത് കാലാവസ്ഥയായാലും മനസ്സുകൊണ്ട് സ്വീകരിക്കാനും മഴ ഇങ്ങനെ പെയ്ത് തുടങ്ങുമ്പോ പറയണം. മഴ പെയ്യുമ്പോ പറയാ അല്ലാഹുമ്മ അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ അല്ലാഹുമ്മ. ശരിക്കും എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞാൽ പഠിക്കും. അല്ലാഹുമ്മ സയ്യിബൻ നാഫിആ അല്ലാഹുമ്മ സ്വാദ് യാ ബാ അല്ലാഹുമ്മ സയ്യിബൻ ഇൽമുൻ നാഫിഅ എന്ന് പറയല്ലേ, നാഫിഅ ഇൽമെന്ന്. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ ഒറ്റ വട്ടേ പറയണ്ടു. അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ തരണേ അല്ലാഹ്. മുഅ്മിനീങ്ങൾ അങ്ങനെ ദുആ ചെയ്യൽ സുന്നത്താണ്. മഴ പെയ്യുമ്പോ മഴ തീർന്നു, ഹലാക്കിന്റെ മഴ ഒന്ന് തീർന്നു കിട്ടി അങ്ങനെ പറയരുത്. മഴ പെയ്ത് തീർന്നാൽ മുത്തിർന മതർ മഴ മുത്തിർന മുത്തിർന ബിഫദ്ലില്ലാഹ് അത്രേ ഉള്ളൂ. മഴ പെയ്ത് തീർന്നാൽ മുത്തിർന ബിഫദ്ലില്ലാഹ് ഉറക്കെ മുത്തിർന ബിഫദ്ലില്ലാഹ്. അള്ളാന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു. ഏത് നിഅമത്ത് കാണുമ്പോഴും, നിഅമത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫാനിന്റെ കാറ്റ് നിഅമത്താണ്. ഒരു നിഅമത്ത് വരുമ്പോ ഈ ലൈറ്റ് നിഅമത്താണ്, ഈ സ്റ്റേജ് നിഅമത്താണ്, ഈ വാള് നിഅമത്താണ്, പറയൽ നിഅമത്താണ്, കേൾക്കൽ നിഅമത്താണ്, വന്നിരിക്കാൻ കഴിഞ്ഞത് നിഅമത്താണ് അല്ലേ? ഒരു നിഅമത്ത് കിട്ടുമ്പോ ഉള്ളിലെങ്കിലും ശുക്ർ വരണം. കൽബില് ഞാൻ വയല് തുടങ്ങാട്ടോ, ഉള്ളില് ശുക്ർ വരണം. നാവില് അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ വലിയ ഗുണം. അയ്യുൽ മാലി ഖൈറുൻ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ ഏറ്റവും ഉത്തമമായ സമ്പാദ്യം എന്താ ഹബീബേ? അവിടുന്ന് മറുപടി പറഞ്ഞു, ഖൽബുൻ ശാകിറുൻ വലിസാനുൻ ദാകിറുൻ. കൽബിലെപ്പോഴും ശുക്റുണ്ടാവുക. നമ്മളിപ്പോ രോഗമുണ്ട് എന്നാലും വലിയ രോഗമല്ലല്ലോ, ഉള്ളിലിങ്ങനെ അല്ലാ നീ തന്ന നിഅമത്ത് ആരോഗ്യത്തിന് അല്ലാഹ് അൽഹംദുലില്ലാഹ് മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, നാവുകൊണ്ട് പറഞ്ഞു കിട്ടിയ ഡബിൾ കൂലിയായി. കൽബിലെപ്പോഴും ശുക്റുണ്ടാവുക അല്ലേ? പിന്നെ വലിസാനുൻ ദാകിറുൻ, നാവിലെപ്പോഴും അല്ലാഹുവിന്റെ ഓർമ്മയുണ്ടാവുക. ഇത് വലിയ നിഅമത്താണ്, വലിയ സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മഴ പെയ്യുമ്പോ അള്ളാന്റെ ഓർമ്മ, പിന്നെ മഴ നിൽക്കുമ്പോഴും അള്ളാന്റെ ഓർമ്മ, മഞ്ഞ് പെയ്യുമ്പോഴും അള്ളാന്റെ ഓർമ്മ, വെയില് കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, സൂര്യന്റെ വെളിച്ചം കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, സൂര്യാസ്തമയ സമയത്ത് അല്ലെ ബാങ്കിങ്ങനെ കൊടുക്കുമ്പോ അല്ലെ അള്ളാന്റെ ഓർമ്മ, ബാങ്ക് കേൾക്കുമ്പോ കൊടുക്കുന്നവന്റെ കൽബിൽ അള്ളാന്റെ ഓർമ്മ, കേൾക്കുന്നവന്റെ കൽബിൽ അള്ളാന്റെ ഓർമ്മ, രാത്രിയിലും അള്ളാന്റെ ഓർമ്മ, പകലിലും അള്ളാന്റെ ഓർമ്മ, ഭാര്യയെ കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ. മക്കൾ എന്നെ തന്നെ നോക്കണേ, കുത്തനെ നിക്കാഹിന്റെ മജ്‌ലിസിൽ പൊതിയാപ്പോൾ ഇരിക്കുമ്പോൾ ഇരിക്കല്ലേ, എന്നെ നോക്കിയിരിക്കും. ഭാര്യയെ കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, മക്കളെ കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ, ഭർത്താവിനെ കാണുമ്പോഴും അള്ളാന്റെ ഓർമ്മ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സബഖൽ മുഫദ്ദിദൂൻ, മുഫദ്ദിദീങ്ങൾ മുൻകടന്നു പോയി. മുഫദ്ദിദീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സ്വഹാബത്തിന് മനസ്സിലായില്ല. അവർ ചോദിച്ചു, ഖാലൂ വമൽ മുഫദ്ദിദൂന യാ റസൂലല്ലാഹ്, മുഫദ്ദിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, പടച്ചവനെ വല്ലാതെ ഓർമ്മിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണ്. ദിക്ർ വല്ലാതെ ചൊല്ലുന്ന പുരുഷന്മാരാണ്, ദിക്ർ അധികമായിട്ട് ചൊല്ലുന്ന പെണ്ണുങ്ങളാണ്. നാവിൽ ദിക്ർ വന്നാൽ അവന്റെ പേര് ദാക്കിർ എന്നാണ്, കൽബിൽ ദിക്ർ വന്നാൽ അവന്റെ പേരും ദാക്കിർ എന്ന് തന്നെയാണ്. കേൾക്കണേ, എപ്പോഴും നാം പടച്ചവന്റെ ഓർമ്മയിലാകണം. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി
അതൊക്കെ പറയും. റബീഉൽ ആഖിർ ഓർമ്മിക്കുന്ന മഹാനാണ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ജനനം കൊള്ളുന്നത് ഹിജ്റ വർഷം 470-ലാണ് അല്ലെ. ഹിജ്റ വർഷം 470-ലാണ്. ആ ഹിജ്റ വർഷം 470 എന്ന് പറയുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഏകദേശം 400 കൊല്ലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യത്തിൽ ഹസനിയും ഹുസൈനിയുമായി പിറന്ന ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്കുള്ളൊരു പ്രത്യേകത 91 കൊല്ലം വരെ വഫാത്തിന്റെ വേള വരെ ദിക്ർ ചൊല്ലി എന്നതാണ്. ഖൽബിലും ദിക്റായിരുന്നു, നാവിലും ദിക്റായിരുന്നു, കാണുന്ന കാഴ്ചകളിൽ മുഴുവനും അല്ലാഹുവിന്റെ ഓർമ്മയായിരുന്നു. അത് ഗൗസുൽ ആലമിന്റെ പ്രത്യേകതയായിരുന്നു. 2023 പടച്ചോന്റെ ഓർമ്മ ദിക്ർ ചൊല്ലുന്ന സദസ്സിൽ ഇരുന്നാൽ പോലും ഉള്ളിലില്ലാത്ത ഇന്നത്തെ ഒരു അവസ്ഥ അല്ലേ. ഇന്നിപ്പോ മുഹയ്യിദ്ദീൻ റാത്തിബ് അല്ലെങ്കിൽ ജലാലിയ റാത്തിബ് എന്ന് പറഞ്ഞാൽ മാപ്പിളലപ്പ മുഹമ്മദ് ആലിം സാഹിബ് അല്ലെ. മദ്രസത്തുൽ അറൂസിയയിൽ കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനതിലൂടെ മഹാനായ ശുഐബ് തങ്ങൾ അവർകൾ അല്ലാഹുവേ ഒക്കെ വഫാത്തായി പോയി. ബഹുമാനരായ KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ അവർക്ക് ഖിലാഫത്ത് നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞ് മദ്രസത്തുൽ അറൂസിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ശുഐബ് ആലിം ഖാദിരി തങ്ങൾ അടക്കമുള്ള ആളുകളിലൂടെ നമ്മുടെ കേരളത്തിലേക്ക് മലയാളികളിലേക്ക് വന്ന ഈ പരിശുദ്ധമായ ജലാലിയ റാത്തിബ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നൊരു വിഷയം എന്താണ്? മഹാന്മാനായ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെയാണ്. ഗൗസുൽ ആദമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ജീവിതം മുഴുവനും പടച്ച റബ്ബിനെ ഒരു ലഹരിയായി കൊണ്ടു നടന്നു എന്നതാണ്. ഇന്നിപ്പോൾ അവസ്ഥ എന്താ? ആ ഗൗസുൽ ആദമിന്റെ ശരിക്ക് പറഞ്ഞ മുഹയ്യിദ്ദീൻ റാത്തിബ് അല്ലെങ്കിൽ ജലാലിയ റാത്തിബ്, ആ റാത്തിബിന്റെ ദിക്ർ ഇങ്ങനെ ചൊല്ലുമ്പം വരെ അതങ്ങനെ ചൊല്ലിപ്പോകുന്നുണ്ട്. ഉള്ളിലെവിടെ ഈ ചൊല്ലുന്ന ദിക്റിന്റെ അർത്ഥമല്ല, അള്ളാന്റെ ഓർമ്മ വരെയല്ല. എപ്പോഴൊന്ന് തീർന്നിട്ട് പഠിച്ചോനെ എന്നാ. മാത്രമല്ല ഓരോ മനുഷ്യന്മാരുടെയും കൽബില് അല്ലെ വരുമ്പം തന്നെ രോഗം മാറി കിട്ടുക, കടമൊന്ന് വീടി കിട്ടുക, പൊരയൊന്ന് പെട്ടെന്ന് പൂർത്തിയായി കിട്ടുക, പൊരന്റെ മുറ്റത്തെ ഇന്റർലോക്ക് ഒന്ന് വേഗം ഇട്ട് കിട്ടുക, ഭാര്യയുടെ പ്രസവം, ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ ഹലാലായ മുറാദാണ്. ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് പറയാം. ഇതൊക്കെ ഒരു മജ്‌ലിസിൽ കൊണ്ടുവന്നിട്ട് അവതരിപ്പിക്കാം, വേണ്ടെന്നല്ല. ഉള്ളിൽ എന്റെ റബ്ബ്, എന്റെ ഉമ്മാന്ന് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞില്ലെങ്കിലും കൽബിൽ ഇങ്ങനെ ഒരു ദിവസം പലവട്ടം എന്റെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ ഉമ്മ, എന്റെ ബാപ്പ, എന്റെ ഭാര്യ, എന്റെ കുട്ടികളുടെ ഉപ്പ. സ്ത്രീകളെ എവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങള്? എന്റെ കുട്ടികളുടെ ഉപ്പ, എന്റെ ബാപ്പ, എന്റെ ഭർത്താവ്. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ എന്റെ കുട്ടികളുടെ ഉപ്പ പേരെന്നെ വിളിക്കുകയാണ്. എന്റെ കുട്ടികളുടെ ഉപ്പ, എന്റെ ഭർത്താവ് അല്ലേ. ഇങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് ഉള്ളിൽ ഒരു ലഹരിയായി. ഇപ്പൊ അധ്വാനിക്കുന്ന ആണുങ്ങൾ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നേ? രാവിലെ കബക്ക അങ്ങാടിയിൽ ഇറങ്ങിയ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നവരില്ലേ? ഓള് കുട്ടികള് അല്ലെ, കെട്ടിയോള് കുട്ടികള്, അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ അല്ലെ. മുറാദി എന്താ? മുറാദ് എന്താ? ഭാര്യ. മുറാദ് ആരാണ്? മക്കള്. അള്ളാഹു മുറാദായിട്ട് വരുന്നുണ്ടോ? നോക്കണം. നമ്മുടെ ഒക്കെ ഈ പറയുന്ന എന്റെ അടക്കം ഹൃദയത്തിൽ ഭാര്യ കയറി വരാറുണ്ട്, മക്കള് കയറി വരാറുണ്ട്, ഉമ്മ കയറി വരാറുണ്ട്, ബാപ്പ കയറി വരാറുണ്ട് അല്ലെ. ചങ്ങാതിമാരുടെ മുഖങ്ങൾ കയറി വരാറുണ്ട്. ബാക്കവിയെ കാണുമ്പോൾ അവിടുത്തെ ഉസ്താദിനെ, പയ്യക്കി ഉസ്താദിനെ ഓർമ്മയിൽ വരുന്നുണ്ട്. അല്ലാഹുവേ ദർജ ഉയർത്തി കൊടുക്കണേ അല്ലാ അല്ലെ. കാണുന്ന ഓരോ മുഖങ്ങൾ കാണുമ്പോഴും അതുപോലുള്ള മുഖങ്ങളുള്ള ഒരു പുതിയ മുഖം കാണുമ്പോൾ അതുപോലുള്ള മുഖമുള്ള വേറെ ഏതെങ്കിലും ചങ്ങാതിമാരെ കുറിച്ചുള്ള ഓർമ്മകൾ മെമ്മറിയിൽ നിറഞ്ഞു വരാറുണ്ട്. കേൾക്കണേ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ എഴുന്നേറ്റത് മുതൽ കിടക്കുന്നത് വരെ ഏറ്റവും അധികമായി കയറി വരേണ്ട ഓർമ്മ ആരുടെ ഓർമ്മയാണ്? ഒന്ന് ആലോചിക്കട്ടെ. നമ്മളെ ഏറ്റവും ഇങ്ങോട്ട് ഓർക്കുന്ന ആളെയാണ് നമ്മൾ അങ്ങോട്ട് ഓർക്കേണ്ടത്. നമ്മളെ ഇങ്ങോട്ട് ഏറ്റവും ഓർക്കുന്നതാരാണ്? നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ചാലും നമ്മൾ അല്ലാഹുവിനെ അനുസരിച്ചില്ലെങ്കിലും, നമ്മൾ അല്ലാഹുവോട് ധിക്കാരം കാട്ടിയാലും, നമ്മൾ അല്ലാഹുവോട് വലിയ ദോഷങ്ങൾ ചെയ്തുകൊണ്ട് മാറുകാട്ടിയാലും, എങ്ങനെയായാലും നമ്മെ ഇങ്ങോട്ട് ഏറ്റവും ഓർക്കുന്ന ഒരേ ഒരാളാരാ? നീ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ആരായാലും റഹ്മാൻ നമ്മെ
ഏറ്റവും ഓർമ്മിക്കുന്നത് അല്ലാഹുവാണ്. ഗാസ മുനമ്പിൽ കയറി നിർദാക്ഷിണ്യം നിഷ്ഠൂരം അവിടെയുള്ള മുസ്ലിമീങ്ങളെ, നിഷ്കളങ്കരായ പാവങ്ങളെ കൊന്നൊടുക്കുന്ന കശ്മലന്മാരായ ജൂതപ്പട്ടാളക്കാർക്ക് ഓരോ നേരവും രുചികരമായ ഭക്ഷണം കൊടുക്കുന്നതാരാണ്? കിടന്നുറങ്ങാൻ അവർക്ക് നല്ല കൃത്രിമമായ AC ഫിറ്റ് ചെയ്ത റൂമുകൾ ഒരുക്കി കൊടുത്തതാരാണ്? എല്ലാ ക്ഷേമത്തിന്റെയും സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും വാതിലുകൾ ജൂതപ്പട്ടാളക്കാർക്ക് ഓരോ സമയവും തുറന്നു കൊടുക്കുന്നതാരാ? വെറും ഇസ്രായേൽ സൈന്യം മാത്രമല്ലല്ലോ, പണ്ട് കാലങ്ങളിൽ ഇറാഖിലെ, അഫ്ഗാനിലെ നിഷ്കളങ്കരായ പഞ്ചപാവങ്ങളെ കൊന്നൊടുക്കിയ അമേരിക്കക്കാരില്ലേ, ഫ്രഞ്ചുകാരില്ലേ, ജർമ്മൻകാരില്ലേ, ഇറ്റലിക്കാരില്ലേ, ഫ്രാൻസുകാരില്ലേ, ആസ്ട്രേലിയക്കാരില്ലേ, യൂറോപ്പുകാരില്ലേ, സുഖലോലുപരായി ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും അവർക്ക് ചെയ്തു കൊടുക്കുന്നതാരാ? ആരാ? യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർളി കുല്ല യൗമിൻ ഹുവ ഫീ ശഗൻ. ഓരോരോ ടൈമിലും അടിമയുടെ ഓരോരോ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു കൊടുത്തതാരാ? നമ്മെ ഓരോ സെക്കൻഡും ഓർക്കുന്നതാരാണ്? ഇപ്പൊ മാത്രല്ല, പണ്ട് ആലമുൽ അർവാഹിൽ നാം വെറുമൊരു റൂഹായ കാലത്ത്, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാം വളരുന്നൊരു കുഞ്ഞായ കാലത്ത്, ഭൂമിയിലേക്ക് പെറ്റു വീണ അന്ന് മുതൽ ഇതുവരെ നമ്മെ ഏറ്റവും ഓർമ്മിച്ചവനാരാ? പറയ് അല്ലാഹു. ഉറക്കെ പറയ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. പറയ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഉറക്കെ പറയ് അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഉള്ളി തട്ടിയിട്ട് പറയ്. ഇതിങ്ങനെ അല്ലാഹു അല്ലാഹു അല്ലാഹ് അങ്ങനെ പറയല്ലേ? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ഈ നേരം വരെ നമ്മെ ഇങ്ങോട്ട് ഓർമ്മിച്ചവനവനാണ്. അല്ല ഓർമ്മിച്ചത് കൊണ്ടാണ് കണ്ണിങ്ങനെ കാണുന്നത്, അല്ല ഓർമ്മിച്ചത് കൊണ്ടാ ചെവി കേൾക്കുന്നത്, അല്ല ഓർമ്മിച്ചത് കൊണ്ടാണ് നാവ് കൊണ്ടിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്, അല്ല ഓർമ്മിച്ചത് കൊണ്ടാണ് വയലിലൂടെ പള്ളയിലേക്ക് ഭക്ഷണം ഇറങ്ങിപ്പോയത്, അല്ല ഓർമ്മിച്ചത് കൊണ്ടാണ് ആ പള്ളയിലെ ഭക്ഷണം നാം അറിയാതെ, അല്ല ഓർമ്മിച്ചില്ലെങ്കിലില്ലേ പള്ളയിലെ ഭക്ഷണം കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഭക്ഷണം പോയ വീട്ടുകാരുടെ പേരുന്ന അമൽച്ചാന്റെ പേർക്കെന്ന് കഴിച്ചു. അതങ്ങനെ തന്നെ ജാമായിട്ട് നിൽക്കുക പള്ളിയിൽ. എൻ്റെ ബാക്കുവിൻ്റെ ഉസ്താദന്മാരെ പ്രായം പറയാൻ കഴിയില്ല. ഇതും കൊണ്ട് ഇങ്ങനെ പിന്നെ ബച്ചനീ അന്ത മക്കസൂതിയാവും. അല്ല പോകും. പിന്നെ അല്ല വേറെ നമ്പലുണ്ട്, വേദ പറയാൻ കഴിയില്ല എന്ന് പറയില്ല. അനങ്ങിയിട്ടില്ലെങ്കിൽ അത് വനക്കുടലിന്റെയും ചെറുകുടലിന്റെയും ജോയിന്റിൽ പോയിട്ട് ഇങ്ങനെ കടന്നു ഒരേ ഏമ്പൊക്കായിരിക്കും. ഏമ്പൊക്കത്തിനോട് ഏമ്പൊക്കെന്നാ പറയാ? ഏമ്പൊക്കെന്നാ പറയാ? ഛർദിക്കല്ല, ആ തേക്ക്. ശരി, അത് കാഞ്ഞങ്ങാടൻ തേക്ക് എന്ന് പറയും. തേക്ക് എന്ന് പറയും. വേദോരം കഴിയില്ല. അറക്കാൻ വെച്ച പോത്തിന്റെ മതിലുണ്ടാവും. ആയിക്കോട്ടെ. കഴിച്ച ഭക്ഷണത്തിന്റെ യാതൊരു പ്രയാസവുമില്ലാത്തത് അൽഹംദുലില്ലാ പറയും റബ്ബല്ലേ. കഴിച്ച ഭക്ഷണത്തിന്റെ ഒരു പ്രയാസവുമില്ലാത്തത് കൊണ്ടാണ്, പള്ളിയിൽ വെച്ച ഭക്ഷണം ഇങ്ങനെ ദഹിച്ചു കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് വർത്തമാനം പറയുന്നത്, നിങ്ങൾ ഇരുന്നു കൊണ്ട് ഇങ്ങനെ വേദ കേൾക്കുന്നത്. പള്ളിയിലുള്ള ഭക്ഷണം ദഹിച്ചു കിട്ടാൻ അള്ളാന്റെ ഓർമ്മ കേൾക്കണേ. പള്ളിയിലേക്ക് പോകുന്നുണ്ട് അള്ളാന്റെ ഓർമ്മ, ഹാർട്ടിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഹാർട്ട് അറ്റാക്ക് വരുന്നില്ല. എത്ര ഒന്ന് ആലോചിക്കണം നമ്മള്. ഹാർട്ട് അറ്റാക്ക് വന്നില്ല, ഹാർട്ട് ബ്ലോക്ക് വന്നില്ല, വാൾവ് ബ്ലോക്ക് വന്നില്ല, വാൾവ് വീക്ക് വന്നില്ല. പടച്ചോന്റെ ഓർമ്മ ഇങ്ങോട്ട് ഹാർട്ടിലേക്ക്, മജ്ജയിലേക്ക്, മാംസത്തിലേക്ക്, രക്തത്തിലേക്ക്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക്, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലേക്ക്, സുബ്ഹാനല്ലാഹ്, ഓരോരോ ഗ്രന്ഥിയിലേക്കും ഓരോരോ കോശത്തിലേക്കും ഓരോ നാഡീഞരമ്പുകളിലേക്കും അല്ലാന്റെ ഓർമ്മ, ഭാര്യയിലേക്ക് അല്ലാന്റെ ഓർമ്മ. അതുകൊണ്ടല്ലേ ഓരോ നേരവും വെച്ച് വിളമ്പി ചിരിച്ചുകൊണ്ട് ആ ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് ആ ഭാര്യ കൊണ്ടുതരുന്നത്. അല്ല അവളെ നന്നായിട്ട് ഓർമ്മിക്കുകയാണ്, ഓളെ കടാക്ഷിക്കുകയാണ് അല്ലെ. മാത്രല്ല ഓളെ കൽബിലേക്ക് ഭർത്താവിനെ സ്നേഹിക്കണമെന്ന ഇൽഹാം, ഭാര്യയുടെ കൽബിലേക്ക് ഭർത്താവിനെ സ്നേഹിക്കണമെന്ന സന്ദേശം, മെസ്സേജ് നിരന്തരം കൊടുക്കുന്നതാരാ? കോടിക്കണക്കിന് മുസ്ലിമീങ്ങളല്ലാത്ത മതസ്ഥരും നമ്മുടെ ഇടയിലില്ലേ? അവർക്കും ഭാര്യമാരില്ലേ? ആ ഭാര്യമാരാ ഭർത്താക്കന്മാരെ നന്നായിട്ട് പരിചരിക്കുന്നില്ലേ? കാരണം ഓരോ ഭാര്യമാരും
ഭർത്താക്കളോട് പുഞ്ചിരിക്കുന്നുണ്ടോ? വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അലക്കി കൊടുക്കുന്നുണ്ടോ? വേണ്ട പരിചരണങ്ങളും ശുശ്രൂഷകളും നൽകുന്നുണ്ടോ? റബ്ബ് തആല ഭാര്യയുടെ കൽബിലേക്ക് ഭർത്താവിനെ നന്നായിട്ട് ശ്രദ്ധിക്കണേ എന്ന് മെസ്സേജ് കൊടുക്കുന്നത് കൊണ്ടല്ലേ? നിങ്ങൾക്കനുസരിക്കുന്ന മക്കളില്ലേ? കണ്ടാൽ ചിരിക്കുന്ന, അടുത്തു വന്നിരിക്കുന്ന, വേണ്ട എല്ലാ ഒത്താശകളും ചെയ്യുന്ന ആൺമക്കളില്ലേ, പെൺമക്കളില്ലേ? അത് റബ്ബ് തആല നമുക്ക് ഒരുക്കി തന്ന സംവിധാനങ്ങളല്ലേ? അതും റബ്ബ് തആലയുടെ നിഅമത്തുകളല്ലേ? ചുരുക്കി പറഞ്ഞാൽ ചവിട്ടി നടക്കുന്ന ഭൂമി, ശ്വസിക്കുന്ന വായുമണ്ഡലം, ഈ നേരം വരെ നമുക്ക് ആവശ്യമായതെല്ലാം, താമസിക്കാനുള്ള വീട് അല്ലാഹു തന്നില്ലേ? ഓടാനുള്ള വാഹനം തന്നില്ലേ? ഈ നേരം വരെ പട്ടിണിക്കിടാതെ റബ്ബ് തആല ഭക്ഷണം തന്നില്ലേ? വെള്ളം തന്നില്ലേ? വസ്ത്രം തന്നില്ലേ? എന്നിൽ നിന്നല്ലോ ഖൈറും നിനക്ക് ഇറങ്ങി വന്നില്ലേ? ഞാനല്ലേ നിനക്കെല്ലാം തന്നത്? കേൾക്കണേ, പടച്ച റബ്ബ് ഇതുവരെ നമ്മെ ഓർമ്മിച്ച പോലെ, ഇതുവരെ നമ്മെ ഓർമ്മിച്ച പോലെ ഊർക്കം വലിച്ച് സുബ്ഹി ഖളാക്കി ഉറങ്ങുമ്പോഴും റബ്ബ് തആല കൂടെ നിന്നില്ലേ? കൂർക്കം വലിച്ച് സുബ്ഹി ഖളാക്കിയിട്ട് ഉറങ്ങുമ്പോഴും, അല്ലാഹനെ ധിക്കരിച്ചിട്ട് സുബ്ഹി ഖളാക്കിയപ്പോഴും, എത്രയോ ഇശാ നിസ്കാരങ്ങൾ നിസ്കരിക്കാതെ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോഴും നിന്റെ ഹാർട്ട് പ്രവർത്തിച്ചില്ലേ? നിന്റെ കിഡ്നി പ്രവർത്തിച്ചില്ലേ? നീ കഴിച്ച ഭക്ഷണം അപ്പോഴും പടച്ച റബ്ബ് നിന്റെ പള്ളയിൽ വെച്ച് ഒരു കിഡ്നിയിലെ, ഒരു മിക്സിയിലെ, ഒരു ജാറിലെ ധാന്യത്തെ അരച്ച് പളുപ്പാക്കുന്നത് പോലെ നിന്റെ പള്ളയിലിട്ട് റബ്ബ് തആല ദഹിപ്പിച്ചില്ലേ? ഇതുവരെ അല്ലാഹു തആല നമ്മെ ഓർമ്മിച്ചില്ലേ? ഇനിയൊന്ന് നാം ഗൗസുൽ ആലമിലേക്ക് മടങ്ങിപ്പോവുക. ഗൗസുൽ ആലമിന്റെ ഉള്ളിൽ വല്ലാത്തൊരു നന്ദി ബോധമുണ്ടായിരുന്നു. അല്ലാ, എല്ലാം നീ തന്നില്ലേ, ഞാനൊന്നും നിനക്ക് തിരിച്ചു തന്നില്ലല്ലോ. ഒന്ന് എന്നോട് പറഞ്ഞേ, എന്നോട് പറയും അല്ലാ, ഉറക്കെ പറയും അല്ലാ, എല്ലാം നീ എനിക്ക് തന്നില്ലേ. ഒന്നുറക്കെ പറയും അല്ലാ, നീ എനിക്ക് തന്നില്ലേ, ഞാനൊന്നും നിനക്ക് തിരിച്ചു തന്നില്ലല്ലോ. ഒന്നൊക്കെ പറഞ്ഞേ അല്ലാ. അത് പറയുമ്പോഴും എന്നാണെങ്കിലേ ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല. ഒന്നുറക്കെ പറയും അല്ലാ, നീ എല്ലാം എനിക്ക് തന്നില്ലേ, ഞാനൊന്നും പകരം തിരിച്ചു തന്നില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയത് ഇതെല്ലാം പറയുമ്പോൾ ചില ആൾ ഇങ്ങനെ ചിന്തിക്കുക, അല്ലോ എന്താ ഈ പറയുന്നത്, എനിക്കൊരു ഓളുണ്ട്, ഇത്ര ചൊറിച്ചലും മാന്തലും ഉള്ളൊരോള്, രാവിലെ തുടങ്ങിയ രാത്രി വരെ കിരികിരി അങ്ങനത്തെ ഓളയും വെച്ചിട്ട എന്ത് നിയമത്തെ എനിക്ക് തന്ന? ഒരു നിയമത്തുമില്ല. 3 കുട്ടികളുണ്ട്, 3 എന്നെ അനുസരിക്കുന്നില്ല. നമുക്കുള്ള മൈനസ് മാത്രം നമ്മളിങ്ങനെ ചിന്തിച്ചു കൊടുക്കും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, 3 കൊറോണയിൽ മരിപ്പിക്കാതെ അല്ല രക്ഷപ്പെടുത്തിയില്ലേ? അതിനൊരു അൽഹംദുലില്ലാഹ് പറഞ്ഞ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. 3 കൊറോണ വന്നില്ലേ? 3 കൊറോണ തരംഗം അല്ലേ? വെറുതെ ഞാൻ പറയുന്നതിന് തലയടിക്കൊണ്ടിരിക്കല്ലേ? 3 കൊറോണ തരംഗം 3 ഘട്ടമായിട്ട് 3 ടൈമിൽ കൊറോണ വന്നില്ലേ? ഒരേ കൊല്ലം തന്നെ. ഒന്നടങ്ങി പിന്നെയും പൊങ്ങി. 3 പേരുണ്ട്. പേര് പറഞ്ഞു നിങ്ങൾ എഴുന്നേൽക്കല്ലേ? മൂന്ന് ടൈമിൽ കൊറോണ വന്നിട്ടില്ലേ? ഈ ഫ്ലാഷ് ലൈറ്റ് വല്ലാത്തൊരു സ്വീപ്പാ. ആര് മത്സരിൽ നിന്ന് വയത് പറയുമ്പോൾ ഇത് അത് ഒഴിവാക്കി പിന്നെ ലൈവ് കിട്ടുകയും ചെയ്യില്ലല്ലോ. കേൾക്കണേ, പണ്ട് ടോർച്ച് അടിച്ച് പോകുന്ന കാലത്ത് ഇപ്പൊ പറയും, ആരെയും മോത്ത് ദർശനം ആദ്യം ഓതാൻ പോകുമ്പോൾ ടോർച്ച് ഉണ്ടാവും, ആരെയും മോത്തടിച്ചേക്കരുത്. ഇപ്പോഴത്തെ പരിപാടി തന്നെ വേദന പോയി നിന്നാ മോത്തിങ്ങനെ അടിച്ചു പിടിക്കും. നിവൃത്തിയില്ലല്ലോ. ഈ വയത് പറയുന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന്റെ ചൂടാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇങ്ങനത്തെ ഒരു 5 ഫേം വെച്ച് കറക്കിയാലും ഇതിന്റെ ഇത് പോവില്ല. ഇത് ഈ കൊല പൊഴിപ്പിക്കുന്ന പഴക്കൊല പൊഴിപ്പിക്കുന്ന സാധനം. ഏറെക്കുറെ വേല പറയുന്നൊക്കെ മൂത്രത്തിൽ കല്ലുണ്ടാവും, സ്റ്റോൺ തകരാറ്. 3 വട്ടം കൊറോണ വന്നു, നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേ? അതിന് എത്ര അൽഹംദുലില്ലാഹ് പറയേണ്ടി വരും? എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഊതിയിട്ട് നടക്കല്ലേ? എന്റെ ഓളെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറയൂലല്ലോ. എന്റെ കുട്ടികളെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാ.
3 കൊറോണ തരംഗങ്ങളിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയില്ലേ? അൽഹംദുലില്ലാഹ് പറയ്. നമുക്കിതുവരെ റബ്ബ് തആല ക്യാൻസർ തന്നില്ലല്ലോ. പറയ്. കിഡ്നി ഫെയിലിയർ ആയില്ലല്ലോ, ലിവർ സിറോസിസ് വന്നില്ലല്ലോ. ഇന്നലെ എൻ്റെ ജ്യേഷ്ഠന്റെ മകളെ കബറടക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നത്. നാളെ കണ്ണോക്കാകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് തിരിച്ചെത്തണം. 45 വയസ്സായിരുന്നു ആ പെണ്ണിന്. 2 പ്രാവശ്യം കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു. 2 ഭർത്താക്കളിലും മക്കളുണ്ടായില്ല. ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഒരു രോഗം വന്നു, കാർഡിയാക് വാസ്കുലാർ എന്ന് പറഞ്ഞ് ഈ ഭാഗം മുഴുവനും ഓപ്പറേഷൻ ചെയ്ത് സർജറി ചെയ്ത് 2 സൈഡിലും സർജറി ചെയ്ത് ഉള്ളിലുള്ള പഴുപ്പിംഗ് എടുത്ത ഓപ്പറേഷൻ സക്സസ് ആയി. പിന്നെയും ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷനായി. സുബ്ഹാനല്ലാഹ്, വീണ്ടും ശ്രീ ചിത്ര ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് വെച്ച് 1-ലധികം തവണ വീണ്ടും ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ തിരിച്ചു കിട്ടിയില്ല. അബോധാവസ്ഥയിലായി. ബോധം വരിക, പിന്നെ അബോധാവസ്ഥ. ഏകദേശം 2 മാസക്കാലം കിടന്നു. ഇന്നലെ മരണപ്പെട്ടു. മിനിഞ്ഞാന്ന് രാത്രിയിൽ മരണപ്പെട്ടു. കേൾക്കണേ, നമുക്ക് മാരകമായ രോഗം അല്ലാഹു തആല തന്നില്ലല്ലോ. നമ്മെ ഉറക്കെ പറയും, മാരകമായ രോഗം തന്നില്ലല്ലോ. നമുക്ക് അല്ലാഹു തആല സഹിക്കാൻ കഴിയാത്ത പട്ടിണി തന്നില്ലല്ലോ. കാണുന്ന ഈ ഫലസ്തീനിന്റെ മണ്ണിൽ പോലെ നിരന്തരം ബോംബ് വർഷിച്ചു കുഞ്ഞുങ്ങളും ഉമ്മമാരും വയോവൃദ്ധന്മാരും മരണപ്പെടുന്ന വിധത്തിലുള്ള ഭീകരമായ യുദ്ധമുഖം നമ്മുടെ നാട്ടിൽ റബ്ബ് തആല തന്നില്ലല്ലോ. പറയും അൽഹംദുലില്ലാഹ്. നമ്മെ ആരെയും അല്ലാഹു തആല മുശ്രിക്കീങ്ങളായി ജനിപ്പിച്ചില്ലല്ലോ. നമ്മെ ആരെയും റബ്ബ് തആല മുബ്തദിയായി സലഫിയായി ജമാഅത്തെ ഇസ്ലാമിയായി തബ്ലീഗുകാരനായി നമ്മെ അല്ലാഹു തആല ജനിപ്പിച്ചില്ലല്ലോ. നമ്മെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ പ്രിയപ്പെട്ട ഉപ്പയുടെ ഉമ്മയുടെ മക്കളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുഗന്ധവും പ്രകാശവുമുള്ള സുന്ദരമായ മണ്ണിൽ അല്ലാഹു തആല ജനിപ്പിച്ചില്ലേ? അൽഹംദുലില്ലാഹ് പറയും. പള്ളികൾ ധാരാളമല്ലേ, മദ്രസകൾ ധാരാളമല്ലേ? നമ്മെ സയ്യിദന്മാരുടെ പിറകെ നിർത്തിയില്ലേ? നമ്മെ ആരിഫീങ്ങളുടെ പിറകെ നിർത്തിയില്ലേ? തമിഴ്നാട്ടിലെ കീഴക്കരയിലെ മാപ്പിളലപ്പ മുഹമ്മദ് ആലിം സാഹിബ്, ഉമറുൽ ഖാഹിരി, സുലൈമാനുൽ ഖാഹിരി തുടങ്ങിയുള്ള, അതേപോലെ ഖൽവത്ത് നായകൻ സ്വാഹിബുൽ അറൂസ് അടക്കമുള്ള ഒട്ടേറെ ആരിഫീങ്ങളുടെ പുണ്യം ചെയ്യപ്പെട്ട ചുണ്ടുകളിലൂടെ ഉരുവിടപ്പെട്ട പരിശുദ്ധമായ ജലാലിയ റാത്തീബിന്റെ അനുയായികളാക്കിയില്ലേ? അഹിബ്ബായികളാക്കിയില്ലേ? അത് ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ? പതിറ്റാണ്ടുകളായി നാം ജലാലിയ റാത്തീബ് ചൊല്ലുന്ന മുഅ്മിനീങ്ങളല്ലേ? റബ്ബ് തആല ഇങ്ങോട്ട് നമ്മെ വല്ലാതെ അനുഗ്രഹിച്ചില്ലേ? ഇനി ആലോചിക്കണം, ഈ റബ്ബിന്റെ കൂടെയാകണം. അല്ലാഹ്, ഇതുവരെ നീ വേണ്ടതെല്ലാം വേണ്ട പോലെ അല്ലെങ്കിൽ വേണ്ടതിനേക്കാൾ അധികം നീ എനിക്ക് തന്നില്ലേ? ഞാനൊന്നും നിനക്ക് പകരം തന്നില്ലല്ലോ. നീ എല്ലാം ഇങ്ങോട്ട് തന്നു. എല്ലാം നീ എനിക്ക് തന്നു, ഞാനൊന്നും പകരം തന്നില്ലല്ലോ. ഇനിയുള്ള കാലം ഞാൻ നിന്നെ ഓർമ്മിച്ചിരിക്കും. ഇനിയുള്ള കാലം നിനക്ക് ഞാൻ ദിക്ർ ചൊല്ലും. ഇനിയുള്ള കാലം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തും. കാരണം ഈ ലോകം മുഴുവനും പടച്ചോന്റെ ഓർമ്മയിലാണ്. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർളി. ആകാശഭൂമികളിലുള്ള എല്ലാ ചരാചരങ്ങളും, വശംസു വൽ ഖമറു വൻ നുജൂമു വശജറു വത്തവാബു, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മാമലകളും മണൽക്കാടുകളും കാണുന്ന എല്ലാ സസ്യലതാദികളും ചരൽക്കല്ലുകളും പൂഴിയുമടക്കമുള്ള എല്ലാം ഈ ആമ്പാറ്റകളായാലും ഈ ഇലക്ട്രോണിക് വസ്തുക്കളായാലും ഈ സ്റ്റാൻഡായാലും ഈ സ്റ്റേജായാലും ഈ പ്ലാസ്റ്റിക് ഫ്ലവറുകളായാലും എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൊല്ല് സുബ്ഹാനല്ലാഹ്, ചൊല്ല് ഇത് മുജാഹിദും ജമാഅത്തും സുന്നിയും തർക്കിക്കാത്ത വിശുദ്ധമായ സത്യമാണ്. എല്ലാ ചരാചരങ്ങളും ചൊല്ലുന്നുണ്ട്. ചൊല്ല് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹനെ മറന്ന് ജീവിക്കുന്നൊരു ജീവജാലവും ഒരു സൃഷ്ടിയും അല്ലാഹ്ക്കില്ല. മനുഷ്യന് മാത്രമാണ് അല്ലാഹനോട് അല്പം വെറുപ്പും മകൽച്ചയും. ഒന്നുകൂടി ആലോചിക്കണേ, ഈ ചരാചരങ്ങൾ, ഈ സത്യചരാചരങ്ങൾ, ഈ മണൽക്കല്ലുകൾ, മണൽത്തരികൾ, ഈ ആമ്പാറ്റകൾ, പക്ഷിപ്പറവാദികൾ, മത്സ്യങ്ങൾ, കാട്ടിലെ ജന്തുക്കൾ, ഇതിനേക്കാളൊക്കെ പടച്ച റബ്ബിന് ഇഷ്ടമാണെങ്കിൽ നമ്മളോടാണ്. സർവചരാചരങ്ങളെക്കാളും എന്തിനേറെ മലായികത്തുൽ കിറാമിനേക്കാൾ പടച്ച റബ്ബിന് ഇഷ്ടം നമ്മളോടാണ്. മലക്കുകളെ കുറിച്ച്
കുറിച്ചറിയില്ലേ? ഒരു സെക്കൻഡ് പോലും അവർ അല്ലാഹനെ മറന്നു പോകുന്നവരല്ല. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും. സർവ്വസമയത്തും പടച്ചോന്റെ കൽപ്പനകൾക്ക് മാറുകാണിക്കാതെ ജീവിച്ചു പോകുന്നവരാണല്ല മലായികത്തും. തീർന്നില്ല, സർവ്വസമയവും അല്ലാഹ് എന്ത് കൽപ്പിച്ചോ അതിനെ പ്രവർത്തിക്കുന്നവരാണവർ. എപ്പോഴും ഫീ കുല്ലി ലഹളത്തിൻ വഹീൻ അല്ലാഹനെ അനുസരിച്ചു ജീവിക്കുന്നവരാണവർ. വമിൻഹും റാകിഊന വമിൻഹും സാജിദൂന വമിൻഹും ഖായിമൂന. അവരിൽ കുറെ ആളുകൾ ഒരേ റുകൂഇലാണ്, വേറെ കുറെ മലായികത്തുകൾ ഒരേ സുജൂദിലാണ്, വേറെ കുറെ മലായികത്ത് ഒരേ നൃത്തത്തിലാണ്. ലാ യഫ്തുറൂൻ. അവർക്ക് ക്ഷീണം വരാറേയില്ല. രാവും പകലും അല്ലാഹുവിന്റെ കൂടെ ജീവിക്കുന്ന മലായികത്ത് ആ മലായികത്തിനേക്കാൾ ബഹുമാന്യരാണ്, ഉന്നതരാണ്, ഉത്കൃഷ്ടരാണ്. മനുഷ്യരായ നാം ഓരോരുത്തരും മലായികത്തുകൾക്ക് സ്വർഗമില്ല. നമുക്ക് റബ്ബ് തആല സ്വർഗം തന്ന് ആദരിച്ചു. അൽഹംദുലില്ലാഹ് പറയ് മലായികത്തുൽ കിറാമിന് സ്വർഗത്തിൽ എൻജോയ്മെന്റ് ഇല്ല. സ്വർഗത്തിൽ മലായികത്തുണ്ട്, അവർ അവിടെ നമ്മുടെ ഖാദിമീങ്ങളാണ്. നരകത്തിലും മലായികത്തുണ്ട്, അവർക്ക് ശിക്ഷല്ല. പക്ഷെ അവിടെ അവര് അവിടെ ശിക്ഷിക്കുന്ന മാലിക് എന്ന മലക്കുകൾക്ക് ആ മലക്കിന്റെ കൂടെ മലായികത്തുകളുണ്ട്. നരകത്തിലും മലക്കുകളുണ്ട്, സ്വർഗത്തിലുണ്ട്. പക്ഷെ നരകത്തിലെ ശിക്ഷയില്ല, സ്വർഗത്തിലെ എൻജോയ്മെന്റും ഇല്ല, ആസ്വാദനമില്ല. എന്നാലോ ഈ എല്ലാ ഇടങ്ങേറും കുരുത്തക്കേടും പാരവപ്പും അല്ലേ, ഭാര്യയെ തല്ലലും, അങ്ങനെ ഒരു അസോസിയേഷൻ ഇല്ലേ? തൊപ്പിയുണ്ട്, താടിയുണ്ട്, ഓളെ തല്ലലും ഉണ്ട്. മൻ റബ്ബുക ഓളെ തല്ലി, ഒമൻ നബിയുക പിന്നെയും തല്ലി. ഒന്നാമത്തെ സഫിൽ തന്നെ ഉണ്ടാവും, അത്തറിന്റെ കുപ്പി എപ്പോഴും കീശയിൽ തന്നെ ഉണ്ടാവും. അസ്സലാമു അലൈക്കും വല്ലാണ്ട് ചൊല്ലും, ഓളെ തല്ലുകയും ചെയ്യും. ഇങ്ങോട്ട് നോക്കിയാൽ മതി, അങ്ങോട്ട് പോകണ്ട. അപ്പോ നമുക്ക് സ്വർഗമുണ്ട്, നന്നായി കിട്ടിയാൽ അള്ളാഹു തരട്ടെ, അള്ളാഹു തരട്ടെ. മലായികത്തിന് സ്വർഗല്ല. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. ജിബ്രീൽ അലൈഹിസ്സലാം ബഹറുന്നൂറിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞേ? പോയിക്കോ, ഇനി എനിക്ക് പോകാൻ പറ്റൂല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. ഇനി എനിക്ക് വന്നൂടാ, ദഅനി എന്നെ ഉപേക്ഷിക്കണം. തഖദ്ദം അങ്ങ് പോയിക്കോളൂ, ലാ തഖഫ് അങ്ങ് പേടിക്കണ്ട, പോയിക്കോ. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് പോകാനുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകി. മനുഷ്യരെ മലായികത്തിനേക്കാളും ബഹുമതിയുണ്ട് മഹാന്മാരായ അല്ലെ മനുഷ്യരാകുന്ന നാം ഓരോരുത്തർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, നബിയേ ജനങ്ങളിലെ ഏറ്റവും ബഹുമാനമുള്ളവരാരാ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്ഖാഹും ജനങ്ങളിലെ ഏറ്റവും തഖ്വയുള്ള ആളുകളാണ്. അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ബഹുമാനം മനുഷ്യർക്ക്. വലഖദ് കറംനാ ബനി ആദം, വലഖദ് കറംനാ ബനി ആദം, വലഖദ് കറംനാ ബനി ആദം. തീർച്ചയായും ബനൂ ആദമിനെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പടപ്പുകളിൽ അല്ലാഹുക്ക് ഏറ്റവും ബഹുമാനം മനുഷ്യരോട്, മനുഷ്യരിൽ ഏറ്റവും അല്ലാഹുക്ക് ബഹുമാനം തഖ്വയുള്ളവരോട്. ആലോചിക്കണം, തഖ്വയുള്ളവരോട്. ചുരുക്കി പറഞ്ഞാൽ മറ്റാർക്കും കിട്ടാത്ത ഒട്ടേറെ പരിഗണനകൾ അല്ലാഹുക്ക് നമ്മളോടുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നാം ചിന്തിക്കണം. ഈ ജീവജാലങ്ങൾ ദിക്ർ ചൊല്ലിയിട്ട് അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല, അവർക്ക് ഹൗദുൽ കൗസർ ഇല്ല, അവർക്ക് സിറാത്ത് പാലത്തിലൂടെ കയറി പോകലില്ല, അവർക്ക് ഹൂറുൽ ഈങ്ങളില്ല, അവർക്ക് അല്ലാഹുവിന്റെ ലിഖാ ഇല്ല, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുബാറക്കായ മുറാഫഖത്തില്ല. പടച്ചറപ്പ് നമ്മൾ, നമ്മുടെ മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർക്ക് ലിഖാവും മുറാഫഖത്തും സാധിപ്പിച്ചു തരട്ടെ. കേൾക്കണേ, എല്ലാ ജീവജാലങ്ങളും ദിക്ർ ചൊല്ലുന്നെങ്കിൽ ഗൗസുൽ ആദമിനെ നാം ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരിക. നാം ആ മുഖം കണ്ടിട്ടില്ലല്ലോ. പരിശുദ്ധമായ വെളുവെളുത്ത മുഖമായിരുന്നു ഗൗസുൽ ആദമിൻ്റെത്. സുന്ദരമായ താടി, മനോഹരമായ തലപ്പാവ്, ആര് കണ്ടാലും നോക്കി നിന്ന് പോകുന്ന പ്രകൃതം, ആഴത്തിലുള്ള ഇൽമ്, അശ്ശാഫ് അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള പരിശുദ്ധമായ പാരമ്പര്യത്തിൽ അന്തൽ ഹസനിയ വൽ ഹുസൈനിയ കുന്തമാ. ഹസനിയായിരുന്നു മഹാൻ, ഹുസൈനിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അബൂ സ്വാലിഹ് മൂസ ജംഗിദോസ്ത് തങ്ങളാണ് ഉപ്പ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവിയാണ് ഉമ്മ. നല്ല
പരിശുദ്ധ പാരമ്പര്യം. അതിന്റെ പുറമെ നേരത്തെ ശാഫിഈ മദ്ഹബായിരുന്നു, പിന്നീട് ഹംബലി മദ്ഹബിലേക്ക് പ്രവേശിച്ചു. രണ്ട് മദ്ഹബിലുള്ള ആഴത്തിലുള്ള ഇൽമ്, ഇതിന്റെ എല്ലാം കൂടെ സാധാരണക്കാരായ നമുക്ക് മാതൃകയാക്കാവുന്ന അവിടുത്തെ പ്രത്യേകത, അവിടുന്ന് എല്ലാ സെക്കൻഡും മിനിറ്റും മണിക്കൂറും പടച്ചോന്റെ ഓർമ്മയിൽ മുഴുകി. അവിടുന്ന് ചൊല്ലിപ്പോയ മുഹയ്യിദ്ദീൻ റാത്തിബിലുള്ള ഒരു ദിക്ർ ഇങ്ങനെയാണ് ചൊല്ല്: അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ. നമുക്കും ചൊല്ലാൻ കഴിയുന്ന ദിക്റാണ്. എപ്പോഴും ശാന്തമായിട്ട് ആലോചിക്കുക ഈ അർത്ഥം തന്ന്. മാനവர்கள் എപ്പോഴെങ്കിലും ചൊല്ലിയതല്ല. റാത്തിബ് എന്നെല്ലാം പറയുമ്പോ തുടർച്ചയായിട്ട് അവര് ചൊല്ലിപ്പോയ ദിക്ർ എന്നതിന്റെ അർത്ഥം. 91 കൊല്ലം അവിടുത്തെ മുബാറക്കായ നാവിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിക്റിൽ ഒന്ന് ചൊല്ല്: അല്ലാഹു ഹാദിരി, അല്ലാഹ് എല്ലാ സമയത്തും എന്റെ ഹാദിറാണ്. എന്റെ ഹാദിർ എന്ന് പറഞ്ഞാല് എന്റെ അടുക്കൽ എപ്പോഴും ഉള്ള ആള് ഓളല്ല, ഉമ്മയല്ല, ബാപ്പ അല്ല, മക്കളല്ല, എന്നും എന്റെ ഹാദിർ, എന്റെ അടുക്കൽ സന്നിഹിതരായ ആള് അല്ലാഹുവാണ്. ശരിയല്ലേ? ഉറങ്ങുമ്പോഴും നിന്റെ അടുക്കൽ ഹാദിറുണ്ട് റബ്ബ്. നീ ഉണർന്നിട്ട് നിൽക്കുമ്പോഴുണ്ട്, നീ ബാത്റൂമിൽ കയറുമ്പോഴും നിന്റെ കൂടെ റബ്ബുണ്ട്, നീ എവിടെയാകുമ്പോഴും റബ്ബ്. വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ അടുത്ത് ഞാൻ ഉണ്ട് എന്ന് ഖുർആൻ. അള്ളാന്റെ ദാത്ത് തന്നെ വന്നിട്ട് കൂടെ ഉണ്ടെന്നല്ലോ. അങ്ങനെ ചില ത്വരീഖത്തുകാർ പറയുന്നുണ്ട്, നമ്മൾ അങ്ങനെ പറയണ്ട. പടച്ച റബ്ബാണ് നമ്മിലേക്ക് സഹായം കൊണ്ട്, കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് ഏറ്റവും അടുത്ത അടുപ്പത്തിലുള്ളത്. പെറ്റ ഉമ്മയല്ല, പോറ്റിയ ബാപ്പയല്ല, പ്രിയപ്പെട്ട ഭാര്യയല്ല, കല്യാണം കഴിയാത്ത എന്റെ നല്ലവരായ വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ കാമുകി കാമുകന്മാരല്ല, അവരെ ഓർമ്മയിൽ വയലിന് പോലും വന്നിരിക്കുന്നില്ലല്ലോ. അല്ലെ? പ്രേമമുള്ളിലുള്ളവർ, അല്ലെ? പ്രേമമുള്ളിലുള്ളവർ, ആരെയെങ്കിലും പ്രേമിച്ചു പോയവർ, ആരോടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നവർ, അവർക്ക് വാതിന് വന്നിരുന്നാൽ പോലും മൊബൈലിലാണ് ഏർപ്പാട്. കേൾക്കണേ, എന്നും നിന്റെ കൂടെ, എല്ലാ നേരവും നിന്റെ കൂടെ വന്നു നിൽക്കുന്ന, വല്ലാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരാളാരാ? അത് നിന്റെ റബ്ബല്ലാതെ വേറെയാരാ? പറയ് അല്ലാഹു. ഉറക്കെ പറയ് അല്ലാഹു ഹാദിരി. ഉറക്കെ പറയ് അല്ലാഹു ഹാദിരി. അതെന്നെ പറഞ്ഞാൽ മതി, അതിന് ശേഷമുള്ള പറയണമെന്നില്ല. പറയ് അല്ലാഹു ഹാദിരി അല്ലാഹു ഹാദിരി. പറയ് അല്ലാഹു ഹാദിരി. പോരാ, അല്ലാഹു നാദിരി. ആലമുൽ അർവാഹിൽ വെറുമൊരു റൂഹ് മാത്രമായ കാലത്ത് ആ റൂഹിനെ നോക്കിയിരുന്ന ഒരാളുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഇങ്ങനെ വളരുന്ന നേരത്ത് നമ്മെ തന്നെ നോക്കിയിരുന്ന ഒരാളുണ്ട്. അബ്ദുൽ ഗഫൂറിന്റെ ജീവിതത്തിന്റെ ഈ സമയം വരെ ഇരിക്കുന്ന ബാക്കവിയുടെയും യമാനിയുടെയും ഇരിക്കുന്ന സുഹരിമാരുടെയും ഈ ഉസ്താദുമാരുടെയും ഒക്കെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും നമ്മെ തന്നെ നോക്കിയിരുന്ന ഒരേ ഒരാൾ. കാരുണ്യത്തിന്റെ നോട്ടം, സ്നേഹത്തിന്റെ നോട്ടം, അല്ലെ, വാത്സല്യത്തിന്റെ നോട്ടം. ഇതുവരെ നമ്മെ അല്ലാഹ് അദാബിന്റെ നോട്ടം കൊണ്ട് നോക്കിയിരുന്നെങ്കിൽ ഇല്ല, അബ്ദുൽ ഗഫൂർ ഇങ്ങനെ വാള് പറയൂല, സ്റ്റേജിൽ ബാക്കവി ഇങ്ങനെ ഇരിക്കൂല, നിങ്ങളാരും വാള് കേൾക്കാൻ വരൂല. സ്ത്രീകളെ, അള്ളെങ്ങാനും അദാബിന്റെ കണ്ണുകൊണ്ട് നോക്കിയിരുന്നെങ്കിൽ കബുക്ക എന്ന ഈ മഹല്ലത്ത് പോലും ഇല്ലല്ലോ. കേൾക്കണ, ഇതുവരെ അല്ലാഹു അവന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കിയില്ലേ? അൽഹംദുലില്ലാഹ് പറ. ഇതുവരെ അല്ലാഹ് നമ്മളെ സ്നേഹത്തിന്റെ നോട്ടം നോക്കിയില്ലേ? പറയാ അൽഹംദുലില്ലാഹ് പറ. ഇതുവരെ അല്ലാഹു തആല നമ്മെ വാത്സല്യത്തിന്റെ നോട്ടം നോക്കിയില്ലേ? റബ്ബു തആല എല്ലാ നിഅമത്തും, എല്ലാ റഹ്മത്തും, എല്ലാ ബറക്കത്തും, എല്ലാ സക്കീനത്തും, എല്ലാ ഇൽഫത്തും, എല്ലാ തുമാനീനത്തും ഇങ്ങോട്ട് ചൊരിഞ്ഞു തന്നില്ലേ? അല്ലാഹ് എന്റെ ഹാദിറാണ്, അല്ലാഹ് എന്റെ നാദിറാണ്. എന്നെ തന്നെ നോക്കിയിരിക്കുന്നു എന്റെ അല്ലാഹു, എന്റെ അടുക്കൽ ഹാദിറായിരിക്കുന്നു എന്റെ അല്ലാഹു. പിന്നെ 3, അല്ലാഹു പറയ് അല്ലാഹു ഷാഹിദി. എന്റെ
എന്റെ സാക്ഷിയാണ് എന്റെ അല്ലാഹു. എന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി, എന്റെ ശ്വാസോച്ഛ്വാസങ്ങൾക്ക് സാക്ഷി, എന്റെ വാക്കുകൾക്ക് സാക്ഷി, എന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള എല്ലാ ചുടുനിശ്വാസങ്ങൾക്കും സാക്ഷി, കാൽവെപ്പുകൾക്ക് സാക്ഷി, എന്റെ പ്രയാണങ്ങൾക്ക് സാക്ഷി, എന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷി, എന്റെ ദാമ്പത്യ ജീവിതത്തിന് സാക്ഷി, എന്റെ കച്ചവടത്തിന് സാക്ഷി, എന്റെ സംഘടനാ പ്രവർത്തനത്തിന് സാക്ഷി, എന്റെ സൽക്കർമ്മങ്ങൾക്ക് സാക്ഷി, എന്റെ ദുഷ്കർമ്മങ്ങൾക്ക് സാക്ഷി. അല്ലാഹു ഷാഹിദി. ഒന്ന് ഫുള്ള് പറഞ്ഞേ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. പിന്നെ അല്ലാഹു മഴീ. അല്ലാഹ് എല്ലാ ടൈമിലും എന്നോടൊപ്പമാണ്. ഈ അർത്ഥം കൂടി പറയും. അല്ലാഹ് എല്ലാ ടൈമിലും എന്നോടൊപ്പമാണ്. അവർക്ക് പറയും അല്ലാഹ് എല്ലാ ടൈമിലും എന്നോടൊപ്പമാണ്. ഇതുവരെ കൂടെ നിന്ന ഒരേ ഒരാളാരാ? ഭാര്യ ഇതുവരെ എല്ലാ സമയവും കൂടെ നിന്നോ? ഇല്ല. എന്റെ സ്ത്രീകളെ, ഭർത്താവ് എപ്പോഴും ഇതുവരെ കൂടെ നിന്നോ? ഇല്ല. എന്റെ നല്ലവരായ മാതാപിതാക്കളെ, മക്കൾ ഇതുവരെ എല്ലായ്പ്പോഴും കൂടെയുണ്ടായിരുന്നോ? ഒരിക്കലും ഒരാളും എല്ലായ്പ്പോഴും കൂടെയുണ്ടാകില്ല, അല്ലെ? ഇതുവരെ എല്ലായ്പ്പോഴും കൂടെ നിന്ന ഒരേ ഒരാളാരാ? നമ്മുടെ അല്ലാഹ് അല്ലാതെ വേറെ ആരാ? ഇനിയും ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാള്, ഖബറിലേക്ക് മയ്യിത്തിറക്കുമ്പോൾ കൂടെ നിൽക്കുന്ന, ഖബറങ്ങ് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാരും പിരിഞ്ഞു പോയാലും ആ ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന നേരത്ത് ഖബറാളിയുടെ കൂടെ നിൽക്കുന്ന ഒരേ ഒരാളാരാ? നാളെ മഹ്ശറാ മുറ്റത്ത് നാം എത്തിയാലും, സിറാത്ത് പാലത്തിന്റെ മേലെ നാം കയറിയാലും, സ്വർഗത്തിൽ നാം എത്തിയാലും എല്ലാ കാലത്തും കൂടെയുണ്ടാകുന്ന ഒരേ ഒരാളാരാ? നിന്റെ റബ്ബല്ലാതെ വേറെ ആരാ? ആ ഓർമ്മ എപ്പോഴും കൽബിലുണ്ടാകണം. ആ അല്ലാഹുവിനെ അല്ലെ അങ്ങോട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ല്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്ന അർത്ഥം ചൊല്ല്. സുബ്ഹാന. അർത്ഥം പറയും. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ചൊല്ല്. സുബ്ഹാനല്ലാഹ്. ഒരു സുബ്ഹാനല്ലാഹ് മതി, നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ ജീവിതത്തിൽ കുറെ നിസ്കരിച്ചും കൊണ്ടൊക്കെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ നിസ്കാരം തുടങ്ങി, ഇതുവരെ നിസ്കരിച്ചു. കുറേ ജീവിതത്തിൽ അമല് ചെയ്ത ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ എത്ര നിസ്കരിച്ചു? ഏകദേശം 56 വയസ്സായി. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ തുടങ്ങി. ഒരു 9 വയസ്സിന് മുമ്പേ. പ്രായപൂർത്തി 15 വയസ്സിലല്ലല്ലോ, 9 വയസ്സിൽ തുടങ്ങും. അപ്പോൾ അന്ന് മുതലേ നിസ്കരിച്ചു. എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു അല്ലാഹു അക്ബറിന്റെ അർത്ഥം ചിന്തിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ മൂപ്പരിങ്ങനെ നിൽക്കും, പന്തം കണ്ട പെരിച്ചാടി നിൽക്കും പോലെ. അർത്ഥവും ചിന്തിക്കണം. അർത്ഥം കൂടി ചിന്തിച്ച നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല ഉസ്താദേ. അല്ലാഹു വലിയവനാണ് എന്ന് പെട്ടെന്ന് പറയാവുന്ന ഒരു അർത്ഥം, അതൊന്ന് ആസ്വദിച്ചിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്, ഏറ്റവും വലിയവനാണ്. അക്ബർ എന്ന് പറഞ്ഞാൽ വലിയവൻ അല്ലല്ലോ, ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ. അല്ലാഹ് അത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ തക്ബീറായാലും ഇന്ത്യക്കാലാത്തിന്റെ തക്ബീറായാലും അതേപോലെ ഈ സുബ്ഹാനല്ലാഹ് എത്ര ചൊല്ലുന്നുണ്ട് ദിവസത്തിൽ? സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദി റുകൂഇൽ, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി സുജൂദിൽ, അല്ലേ? നിസ്കാരത്തിന്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ്, ഉറങ്ങാൻ കിടക്കുമ്പോഴും 33 സുബ്ഹാനല്ലാഹ്. ഒരു സുബ്ഹാനല്ലാഹ് എപ്പോഴെങ്കിലും നമ്മുടെ തുലാസിൽ കനം തൂങ്ങുന്ന വിധത്തിൽ ഒരു സുബ്ഹാനല്ലാഹ് ഒന്ന് അർത്ഥം ചിന്തിച്ചിട്ട് ചൊല്ലിയ സുബ്ഹാൻ. നമ്മുടെ ഇത് ചൊല്ലുമ്പോ ഇതാ ഈ ബോക്സ്, ഈ സ്പീക്കർ, ഈ സ്റ്റാൻഡ്, ഈ ഫ്ലവർ, ഈ ഫാന്, ഈ തൂണ്, സുബ്ഹാന, ഇതൊക്കെ ചൊല്ലുക എപ്പോഴും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാന. ഇത് മതി ലഹരിയാകാൻ. അത് ചൊല്ല്. സുബ്ഹാനല്ലാഹ്. ഒന്നുറക്കെ ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സിൽ ഒരു ലഹരിയായി ഏതെങ്കിലും. ഇനി അറബിയിലുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പോണമെന്നില്ല. എന്റെ അല്ലാഹു എന്ന് പറഞ്ഞേ ഉറക്കെ പറയും. എന്റെ ഉള്ളിൽ ഇങ്ങനെ വരിക, എന്റെ റബ്ബ്, എന്റെ അല്ലാഹു, എന്റെ പടച്ചോൻ. മലയാളത്തിൽ പറഞ്ഞാൽ മതി. പറയും എന്റെ പടച്ചോൻ, എന്റെ പടച്ചോൻ പറയും. അത് ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ വരിക, കണ്ണെന്ന് വെള്ളം ഇങ്ങനെ വീഴുക. എന്റെ നിങ്ങളറിയാം, മലപ്പുറം ജില്ലയില് താനൂര് ഭാഗത്തൊരു മഹാനുണ്ട്, വഫാത്തായി പോയി, യാഹൂ തങ്ങള്.
മൗലിദ് കാണാം. മൗലിദ് വലിയ മൗലിദ് യാഹൂ തങ്ങളെ മൗലിദ് കാണാം. റാത്തീബൊക്കെ ഉണ്ട്. മൂപ്പര് ഒരേ വേറൊന്നുമില്ല. യാഹൂ ചൊല്ല്, യാഹൂ 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 അല്ലാഹു. അല്ലാഹുവിന്റെ ഹൂ അല്ലേ? ഹൂ ഹൂ യാഹൂ യാഹൂ. അതിലങ്ങ് ലഹരിയായി മജ്ജയില് മാംസത്തില് രക്തത്തില് യാഹൂ 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 അതിലങ്ങ് ലയിച്ചുപോയി. അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു ജലാലി ജമാലി അറിയാലോ, അള്ളാഹിന്റെ ഭംഗിയുടെ വിശേഷണങ്ങൾ. പിന്നെ ജലാലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔന്നത്യത്തെ കുറിക്കുന്ന, അള്ളാഹിന്റെ വലിപ്പത്തെ കുറിക്കുന്ന വിശേഷണങ്ങൾ. അള്ളാഹിന്റെ 99 പേരുകളിൽ ജലാലിയുണ്ട് ജമാലിയുണ്ട്. അള്ളാഹിന്റെ മഹത്വത്തെ കുറിക്കുന്ന ദിക്റുകളാണ് ജലാലിയ റാത്തീബിൽ മാപ്പിള മുഹമ്മദ് ആലിം സാഹിബ്, അതിന്റെ കൂടെ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഹദ്ദാദ് റാത്തീബിലുള്ള. ഇതൊന്നും ഇവരെയൊന്നും സ്വന്തം വകയല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിപ്പോയ പരിശുദ്ധ ദിക്റുകൾ എടുത്ത് ആ ദിക്റുകളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാക്കിയ റാത്തിബ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ജീവിതത്തിൽ അവർ ചൊല്ലിപ്പോയത്. അള്ളാന്റെ ഒരു പേര് ഞാൻ പറഞ്ഞില്ലേ, അള്ളാന്റെ ഒരു പരിശുദ്ധമായ ഒരു ദിക്റ് ചൊല്ല്, സുബ്ഹാനല്ലാഹ്. അത് അങ്ങനെ അർത്ഥം ചിന്തിച്ചിട്ട് ചൊല്ലുമ്പോ 33 ചൊല്ലിയാ തോന്നും ഒരു 33 കൂടി ചൊല്ലാന്ന്. അള്ളാന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, സുബ്ഹാനല്ലാഹ്. റുകൂയിലുള്ള തസ്ബീഹ് ഒന്ന് ചൊല്ലിയേ, സുബ്ഹാന റബ്ബിയൽ അസീം. ഏറെ മഹത്വമുള്ള എന്റെ രക്ഷിതാവിന്റെ. അർത്ഥം എങ്ങനെയാണ്? അലീം എന്ന് പറഞ്ഞാൽ ഏറെ മഹത്വമുള്ള. അലീം എന്ന് പറഞ്ഞാൽ ചെറിയ മഹത്വമല്ല, ഏറെ മഹത്വമുള്ള എന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. റബ്ബി എന്ന് പറഞ്ഞാൽ എന്റെ രക്ഷിതാവിന്റെ. ഏറെ മഹത്വമുള്ള എന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടൊപ്പം ഏറെ മഹത്വമുള്ള, മലയാളം പറയും, ഏറെ മഹത്വമുള്ള എന്റെ രക്ഷിതാവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. ചൊല്ലിയേ, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. മെല്ലെ അതിനെങ്ങനെ രുചിച്ചിട്ട്, അതിനെങ്ങനെ നല്ലോണം ആസ്വദിച്ചിട്ട് എൻജോയ് ചെയ്തിട്ട് പറയ്, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹം. നമ്മൾ രണ്ട് രീതിയിൽ തിന്നലില്ലേ? ഭക്ഷണം കൊണ്ട് വെച്ച് അതിങ്ങനെ അതിൽ പത്തിലിങ്ങനെ മുറിച്ച് ഷോക്കേസിൽ വെക്കും പോലെ അതിങ്ങനെ വായിൽ ചുരുട്ടി ഇടുക, അതങ്ങ് വിഴുങ്ങുക, പിന്നെ ചുരുട്ടി ഇടുക, അതങ്ങനെ വിഴുങ്ങുക, വലിയ വലിയ ഇറച്ചി കഷ്ണം എടുക്കുക, വായിലങ്ങിടുക, അതങ്ങ് വിളുങ്ങുക. അങ്ങനെ ഒന്നല്ലേ? എന്നാലോ മെല്ലെ അങ്ങനെ ചവച്ചരച്ച് രുചിച്ച് അല്ലേ, വളരെ രുചിച്ച് മെല്ലെ മെല്ലെ അങ്ങനെ തിന്നണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി എങ്ങനെയാണ്? ചവച്ചരച്ചിട്ട് തിന്നുക, രുചിച്ചിട്ട് തിന്നുക. അങ്ങനെ ഒരു തീറ്റില്ലേ? അവർക്ക് എപ്പോഴും തീറ്റിയുടെ രുചി ഓർമ്മ ഉണ്ടാവും. ഈ മറ്റേ അസോസിയേഷൻ ഇതിങ്ങനെ എന്തെല്ലാം വർത്താനം പറഞ്ഞു കൊടുക്കുക, തേങ്ങക്ക് ഇപ്പം എന്താ വില, കൊപ്പരക്ക് തീരെ വിലല്ല, അടക്കൊക്കെ ഭയങ്കര വില, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക. സീസൺ എപ്പോഴും മോശം, ഭയങ്കര ടൈറ്റ്, ഭയങ്കര ഡള്ള്, ഭയങ്കര ഷോർട്ട്, മൈനസ് പ്ലസ്, ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, പൈസ ഉണ്ടാക്കുക അല്ലെ. അതിൻ്റെ ഇതിങ്ങനെ വാരി വലിച്ച് തിന്നുക. ആട്ടിറച്ചിന്റെ രുചിയും അറിയില്ല, അയക്കൂറയുടെ രുചിയും അറിയില്ല, പോത്തിറച്ചിന്റെ രുചിയും അറിയില്ല, എരിവ് അറിയില്ല, ഉപ്പും അറിയില്ല, മുളകും അറിയില്ല. ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ ഇടയിൽ. കേൾക്കണം,